ഇവിടെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ പയ്യന് എല്ലാ ദിവസവും രാവിലെ 6 സ്വർണ്ണമുട്ട ലഭിക്കും. എങ്ങനെയാണ് അത്ര മുട്ട അവന് ലഭിക്കുന്നത്, ആരാണ് അവനത് കൊടുക്കുന്നത് എന്നൊന്നും അവന്റെ അമ്മക്ക് ആദ്യം മനസ്സിലായില്ല. ഒരു ദിവസം രാവിലെ അമ്മയോട് കള്ളത്തരം പറഞ്ഞ് അവൻ തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടാണ് ആ പയ്യൻ തിരിഞ്ഞു നോക്കിയത്. അപ്പൊ നോക്കിയാൽ അവന്റെ പിന്നിൽ ആജാനുബാഹുവായ ഒരു വലിയ ഭൂതം നിൽക്കുന്നു. അവനെ കണ്ട് പകച്ചു നിൽക്കുന്ന ആ പയ്യനെ ആ ഭൂതം ഇപ്പോൾ പതിയെ മുകളിലേക്ക് പൊക്കിയെടുത്തു. കാരണം അതിന് വല്ലാതെ വിശക്കുന്നുണ്ട്. ബോധം തിരിച്ചു വന്നവൻ ആകെ ഭയപ്പെട്ട് ആ ഭൂതത്തോട് ഞാൻ നിനക്ക് എന്തുപകാരം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ളത് കാരണം അവനെ പതിയെ താഴേക്ക് വെച്ച ഭൂതം അവനോട് നടന്ന സംഭവം പറയുന്നു. ഞാൻ താമസിക്കുന്നത് ആകാശത്തിലാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ അറിയാതെ താഴേക്ക് വീണത്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് മുകളിലേക്ക് തിരിച്ചു പോകേണ്ടതെന്ന് അറിയില്ല. എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിനക്ക് ഞാൻ വളരെ വിലപിടിപ്പുള്ള 6 സ്വർണ്ണമുട്ടകൾ തരും. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആ പയ്യന് ആ ഭൂതം കൊടുത്ത ഓഫർ ഇഷ്ടപ്പെട്ട് മറുത്തൊന്നും ആലോചിക്കാതെ അവൻ അതിന് സമ്മതിച്ചു. പക്ഷേ ഈ സമയവും ഭൂതത്തിന് വളരെയധികം വിശക്കുന്നുണ്ട്. ആരെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഭൂതം പോകാൻ നോക്കിയതും ആ പയ്യൻ അതിനെ തടയുന്നു. ശേഷം ആരും കാണാതെ ഓരോ വീട്ടിൽ നിന്നും ഭൂതത്തിന്റെ വിശപ്പകറ്റാൻ അവൻ പല സാധനങ്ങളും എടുത്ത് അതിന് കൊടുത്തു. ആ ഭൂതത്തിനെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാൻ ഒരു വഴി അന്വേഷിച്ച് അവൻ വീട്ടിലേക്ക് ചെന്ന് അവൻ കൂട്ടിവെച്ച കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അവൻ എടുക്കുന്നു. അതുമായി തെരുവിൽ മാജിക് പെർഫോം ചെയ്യുന്ന ഒരു മജീഷ്യന്റെ അടുത്തേക്ക് ചെന്ന് ആ പയ്യൻ സഹായം ചോദിച്ചു. ആദ്യം ആ മജീഷ്യൻ അതിന് സമ്മതിച്ചില്ലെങ്കിലും ആ പയ്യന്റെ കയ്യിലെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അയാളുടെ കണ്ണു മഞ്ഞളിച്ചു. അയാൾ ഇപ്പോൾ ആ പയ്യന്റെ കയ്യിൽ ഒരു വിചിത്രമായ ബണ്ണ് കൊടുത്ത് ഇത് നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അത് വാങ്ങിച്ച് അവൻ സന്തോഷത്തോടെ തിരിഞ്ഞപ്പോഴാണ് അവിടെയുള്ള നാട്ടുകാർ നാട്ടിലൊരു ഭൂതം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം വിളിച്ചു പറയുന്നത് അവൻ കേട്ടത്. അതിനെ പിടിക്കാൻ വേണ്ടി ജനങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് അപകടം മനസ്സിലാക്കിയ പയ്യൻ പെട്ടെന്ന് ഭൂതത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ പിന്നിൽ നിന്നും ആളുകൾ വരുന്ന ശബ്ദം കേട്ട് ആ പയ്യൻ ഒരു ഐഡിയ കിട്ടി. കാരണം അവനവിടെ ഉണ്ടായിരുന്ന ഒരുപാട് അരിപ്പൊടി എടുത്ത് ആ ഭൂതത്തിന്റെ തലയിലൂടെ കൊട്ടി അവനോട് അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞു. അവിടെ കോടി വന്ന ജനങ്ങളോട് ആ ഭൂതത്തിനെ ചൂണ്ടിക്കാണിച്ചവൻ അതൊരു ശില്പമാണെന്ന് പറഞ്ഞതും മണ്ടന്മാരായ ജനങ്ങൾ അത് വിശ്വസിച്ച് തിരിച്ചു പോകുന്നു. പക്ഷേ പേടിച്ചു നിൽക്കുന്ന ഒരു ഭൂതമാണെങ്കിൽ ഇപ്പോൾ അറിയാതെ ഫാർട്ട് ചെയ്യുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ജനങ്ങളോട് ആ പയ്യൻ താനാണത് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ തിരിച്ചു പോയതും അവൻ ആ ഭൂതത്തിനെ കൂട്ടി ആളും അനക്കവും ഇല്ലാത്ത കാട്ടിൽ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ആ മജീഷ്യൻ കൊടുത്ത ബണ്ണ് അവനിപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ടതും നെക്സ്റ്റ് സെക്കൻഡിൽ ആ ബണ്ണ് വളർന്നു വലുതായി ആകാശത്തേക്ക് പൊങ്ങുന്നു. അതിനു മുകളിൽ ആ ചെറിയ പയ്യൻ അറിയാതെ പെട്ടുപോയിട്ടുണ്ട്. ഉയരം പേടിയുള്ള ഒരു പയ്യൻ ആകാശത്തിലേക്ക് എത്തി ഭയന്ന് ഒച്ച വെച്ചതും ആ ഭൂതം മുകളിലേക്ക് കയറി അവനെ രക്ഷിക്കാൻ നോക്കി. പക്ഷേ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വന്നൊരു സ്ത്രീയാണെങ്കിൽ ആ ഭൂതത്തിനെ പിടിക്കാൻ വേണ്ടി ആ ബണ്ണിനെ താഴെ വെച്ച് വെട്ടാൻ നോക്കുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ കുലുങ്ങാൻ ആരംഭിച്ച് ആ പയ്യൻ താഴേക്ക് വീണതും താഴെ നിന്നും ആ ഭൂതവും നിലത്തേക്ക് വീണു. ഭാഗ്യത്തിന് ആ ഭൂതത്തിന്റെ വയറിലേക്ക് വീണ പയ്യന് ഒന്നും പറ്റാതെ അവൻ സന്തോഷത്തോടെ ആ ഭൂതത്തിന്റെ വയറിൽ കടന്ന് തുള്ളിക്കളിച്ചു. പക്ഷേ ആ സ്ത്രീ ആ ബണ്ണ് മുറിച്ചത് കാരണം അത്രയും വലിയ ബണ്ണ് മുറിഞ്ഞ് താഴേക്ക് വന്ന് അത് മുറിച്ച ആ സ്ത്രീയുടെ മേലേക്ക് വീഴുന്നു. ചുറ്റുമുള്ള ഗ്രാമവാസികൾ ആ ബണ്ണ് പൊക്കി ആ സ്ത്രീയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അവരെ കൊണ്ട് അത് പൊക്കാൻ സാധിക്കാത്തത് കണ്ട് നമ്മുടെ ഭൂതം അവിടേക്ക് വരുന്നു. അത് വളരെ എളുപ്പത്തിൽ ആ ബണ്ണ് പൊക്കി മാറ്റി. അവന്റെ ശത്രുവായ ആ സ്ത്രീയുടെ ജീവൻ പക മറന്ന് അവൻ സേവ് ചെയ്തത് കാരണം അവനൊരു നല്ല ഭൂതമാണെന്ന് മനസ്സിലാക്കി ആ ഗ്രാമത്തിലുള്ളവർക്ക് അവനോടുള്ള പേടി പോയി സ്നേഹമാകുന്നു. ഇത് കണ്ട ചെറിയ പയ്യൻ മറ്റൊരു മാന്ത്രിക ബണ്ണ് വാങ്ങിക്കൊണ്ടുവന്ന് അത് മണ്ണിൽ കുഴിച്ചിടുന്നു. കരുതിയതുപോലെ അതും ഇപ്പോൾ ആകാശം മുട്ടെ വളർന്നു വലുതാകുന്നു. തന്നെ സഹായിച്ച ചെറിയ പയ്യനോട് യാത്ര ചോദിച്ച് അവിടുത്തെ നാട്ടുകാരോടും യാത്ര പറഞ്ഞ് ആ ഭൂതം ഇപ്പോൾ ആ ബണ്ണിലൂടെ കയറി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അന്നു മുതൽ ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഓരോ സ്വർണ്ണമുട്ടകൾ വരുമെങ്കിലും ആ പയ്യന് ഭൂതം വാക്കു കൊടുത്തതുപോലെ തന്നെ അവന് ലഭിക്കുന്നത് 6 സ്വർണ്ണമുട്ടകളാണ്.